ഓക്കെ, ആരാണ് നമ്മുടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നുള്ള ഗസ്റ്റ്? ആരാണ് നമ്മുടെ? അംന. മാഷാഅല്ലാ, അംന, വെൽക്കം ടു പീസ് റേഡിയോ സ്റ്റുഡിയോ. ഓക്കെ, ഫൈൻ. അംന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴില്. ഏത് സ്കൂളാ? വെരി സെറ്റ്. മാഷാഅല്ലാ, ഗുഡ്. ഓക്കെ അംന. ഓക്കെ, അംന എന്താ ചെയ്യാൻ പോകുന്നത് ഇന്ന്? നമുക്ക് ഏത് പാട്ടാ? ഓക്കെ, അറബിക് സോങ്. അപ്പൊ സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ? സ്കൂളിൽ അങ്ങനെ പാട്ട് പാടാറില്ല. എവിടെ പാട്ട് പാടൽ? വീട്ടിലാ? ഉറങ്ങുമ്പോ പാടല്ല? പാടില്ല. ചിലപ്പോ ഉമ്മാനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നീ ഉറങ്ങുമ്പോ പാട്ട് പാടാറുണ്ടോ. കാരണം നീ അറിയില്ലല്ലോ, ഉറങ്ങല്ലേ. ഓക്കെ, എനിവേ, അപ്പോ പാട്ട് ഇഷ്ടമാണല്ലേ? എങ്ങനത്തെ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഇഷ്ടം? എല്ലാ സോങ്സും ഇഷ്ടമാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ. അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? ചെറിയ സംസാരിക്കുമ്പോ ഭയങ്കര ലൗഡാണ്. ഹെഡ്ഫോൺസ് ഇട്ടിട്ട്. مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفاع مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفاع. ഓ മാഷാഅല്ലാ, ബാക്കി അടുത്തത് സ്റ്റെപ്പ് പോലും പറയും. അത് മതി. ഓക്കെ, മാഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്. എനിവേ, നല്ല സൂപ്പർ സോങ് ആണ്. അപ്പോ പാട്ട് പാടണം. പാട്ട് പാടി അയക്കാൻ പീസ് റേഡിയോയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പീസ് റേഡിയോ ഉണ്ടോ വീട്ടിൽ? ഉപയോഗിക്കലുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്യലുണ്ടോ? നോക്കണം ഇൻഷാ അല്ലാ. ഇനി നിങ്ങൾക്കുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ മദ്രസ ഉണ്ട്. ഈ മദ്രസ പീസ് റേഡിയോന്റെ റിവൈൻഡിൽ പോയാൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ മദ്രസ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് ഒരു മദ്രസ ക്ലാസ് ഉണ്ടാവും. അത് കേൾക്കണം. പിന്നെ ഇതുപോലെ സോങ്സ്, ഖുറാൻ, ഇതൊക്കെ ഓതി അയക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ അതിന്റെ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? മോള് യൂസ് ചെയ്യണം ഇൻഷാ അല്ലാ. അതോടൊപ്പം ഇനി ബുക്ക് ഫെയർ കഴിഞ്ഞ് നീ എന്നാ റാസൽ ഗെയിമിലേക്ക് പോണേ? നാളെ പോവും. ഇത് പോയി സ്കൂളിൽ മൺഡേ പോയാൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പീസ് റേഡിയോ സ്റ്റോളിനെ പറ്റി പറയണം കുട്ടികളോട്, ഫ്രണ്ട്സിനോട്. അവരോട് പറയണം പീസ് റേഡിയോ ആപ്പ് ഉണ്ട്, ആൻഡ്രോയിഡിലും ഐഫോണിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 24/7 അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇന്റർനെറ്റ് റേഡിയോ ആണ്. ഒക്കെ അത് നീ പരിചയപ്പെടുത്തൂലേ? അതല്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് മലയാളിയായിട്ട് ആരുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, എന്നാ റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ മതി. റിലേറ്റീവ്സ് ഉണ്ടാവും, നെയ്ബേഴ്സ് ഉണ്ടാവും, മനസ്സിലായോ? അവരോടൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ പറയണം, പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? നോക്കാം അല്ലേ? ഓക്കെ, അപ്പോ മോള് എന്തിനെ കുറിച്ചാ പാടിയത് ഇപ്പൊ പാട്ട്? പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിക് നെയിം ഉണ്ടായിരുന്നു. വാട്ട് വാസ് ഹിസ് നിക് നെയിം? Al Amin. MashaAllah, very good. What is the meaning of Al Amin? Honest or trustworthy, right? Okay, fine. ആരാണ് നിക് നെയിം ആരാ കൊടുത്തത്? പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ വിളിച്ചത് അങ്ങനെ? പ്രോഫറ്റിനെ ആക്ച്വലി ആ പേര് വിളിച്ചത് ആരാ? ഖദീജ, അബൂബക്കർ സിദ്ദീഖ്. നോ, ബിക്കോസ് ആ പേര് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോഫറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആ പേരുണ്ട്. മക്കയിലുള്ള ആൾക്കാർ വിളിച്ചതാണ് അല്ലേ? ഡിസ്ബിലീവേഴ്സും അവിടെയുള്ള മക്കയിലുള്ള ആളുകൾ വിളിച്ചതാണ് അല്ലേ? അവരാണ് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് കൊടുത്തത്. വൈ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കള്ളം പറഞ്ഞില്ല. എന്നിട്ട് പീപ്പിളിനോട് ലോയൽ ആയിരുന്നു, ട്രസ്റ്റ്വർത്തി ആയിരുന്നു, അങ്ങനെ പേര് കിട്ടി. യെസ്, അപ്പോ ബിഫോർ ഇസ്ലാം പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് കിട്ടി. അപ്പൊ നമുക്ക് അതിലുള്ള മോറൽ എന്താ?
ആർക്കാലും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മള് എന്താ പറയാ ഓണസ്റ്റ് ആണ്. ഓണസ്റ്റ് ആവണം. വെരി ഗുഡ്. അതാണ് നമ്മുടെ അതിലുള്ള മോറൽ അല്ലേ? മാഷാ അല്ലാ. അപ്പൊ അതാണ് നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളത്. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് കിട്ടിയതുപോലെ നമുക്കും അങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ എന്താണ് നമ്മളും കള്ളം പറയാൻ പറ്റില്ല, നല്ല കുട്ടികളായിരിക്കും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഇൻഷാ അല്ലാ ആയിഷല്ലേ? അമ്നക്കുള്ള സമ്മാനം റെഡി അല്ലേ? അമ്നക്ക് സർട്ടിഫിക്കറ്റ് റെഡി അല്ലേ? ഓക്കെ അമ്ന, യു കാൻ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. Peace Radio. Tune to reality. ഓക്കെ. പേര് പറഞ്ഞില്ലല്ലോ. അഹ്മദ്. അഹ്മദ്, how are you Ahmad? Fine. MashaAllah. Which class are you? Grade 2. Grade 2. Which school? Gems. Gems. Ras Al Khaimah? Abu Dhabi. Abu Dhabi. Dubai. Dubai. Okay, Dubai Gems. Okay, MashaAllah. ഏതാ ഗ്രേഡ് 2 അല്ലേ? നാട്ടിലെവിടെ? മലപ്പുറം. ഓൺ ദ മൗണ്ടൈൻ. മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പേരെന്താ? അഹ്മദ്. അഹ്മദ് എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എന്താണ് ഒരു പാട്ട് പാടാം. ഒരു 3 ലൈൻസ് മാത്രം പാട്ട് പാടിയിട്ട് പിന്നെ ഒരു സൂറത്ത്, ചെറിയ സൂറത്ത്. എന്താണ് ഞാൻ ചോദിച്ചോട്ടെ? എന്നാല് ഞാൻ മറിയമ്മിനോട് ചോദിച്ചോട്ടെ, നിനക്ക് പാട്ട് അറിയോ? മറിയമ്മിനോട് ചോദിച്ചോട്ടെ. എന്നാലും ഒരു 2 ലൈൻ മാത്രം പാടിയാൽ മതി. ഒരു 2 ലൈൻ വേണ്ട? ഓക്കെ, എന്നാ സൂറത്ത് ഓതാം ഇൻഷാ അല്ലാ. ഏത് സൂറത്താ മോനെ ഓതാൻ പോണേ? സൂറത്തുൽ ഖിയാമ. എത്ര ആയത്ത്? കുറച്ച് ഓതിയാ മതി. എത്ര? 10 ആയ? ഓക്കെ, റെഡി? നല്ല ലൗഡായിട്ട് ഓതണം, കാരണം പുറത്തൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ വന്നിട്ട് നല്ല ലൗഡിൽ ഓതണം. ഓക്കെ, സ്റ്റാർട്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرا ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه فقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باصرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقية وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى يحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ما شاء الله ما شاء الله بارك الله فيك. ഖിയാമ കംപ്ലീറ്റ് ഓതി. ഉമർ നേരത്തെ അല്ല അഹ്മദ് നേരത്തെ പറഞ്ഞു 10 ആയത്തോ ഓതുള്ളൂ. ഫുള്ളോതില്ലേ? മാഷാ അല്ലാ. അത് ഗ്രേഡ് 2 സ്കൂളിൽ ഗ്രേഡ് 2 ഗ്രേഡ് 2 അഹ്മദ് മാഷാ അല്ലാ. എത്ര സൂറത്ത് പഠിച്ചിട്ടുണ്ട് മോനെ? ഒരു ജ്യൂസ് കംപ്ലീറ്റ് അറിയാം. മാഷാ അല്ലാ, വെരി ഗുഡ്.
അപ്പൊ ഖുർആൻ കംപ്ലീറ്റ് പഠിക്കണം അല്ലേ? ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ ഒരു ജുസ് കംപ്ലീറ്റ് അറിയും, നബ മുതൽ നാസ് വരെ. പിന്നെ വേറെ സൂറത്ത് ഖിയാമ അപ്പൊ അതിലുള്ളതല്ലോ. പിന്നെ മുർസലാത്ത് അറിയാം, ഉം. ഇൻസാൻ അറിയാം, ആ ഖിയാമ അറിയാം. ഖിയാമ അറിയാം. മാഷാ അല്ലാഹ്. ഗുഡ്. ഓക്കെ. നല്ലൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എത്ര സൂറത്തുണ്ട് ഖുർആനിൽ? ടോട്ടൽ എത്ര സൂറത്ത്? 114. 114. ഓക്കെ, നൈസ്, മാഷാ അല്ലാഹ്. ഗുഡ് ആൻസർ. 114. ആ, ഗുഡ്. അപ്പൊ എത്ര സൂറത്ത് നിനക്ക് അറിയും അതിന്? ഓൾമോസ്റ്റ് അറിയില്ല. ആ നമ്പർ നോക്കണം കേട്ടോ. ഇനി ഒരു ജുസയിൽ എത്ര സൂറത്തുണ്ട്, പിന്നെ മുർസലാത്ത്, ഇൻസാന്, ഖിയാമ +3 അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഗ്രേഡ് 2 കുട്ടി ഒരു ജുസ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്. ഫൈൻ. അപ്പോ മോനിക്കുള്ള സമ്മാനം ഇവിടെ റെഡി ഉണ്ട്. ഇനി ഒരു പാട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ട് പാടാണ്ടോ? ഇനി ഒരു ദുആ പറയോ? ഏതെങ്കിലും ഒരു ദുആ ലൗഡ്ലി. اللهم موت أحياء ബിസ്മിക അല്ലാഹുമ്മ. أموت أحياء. എപ്പോഴാ പറയണ്ടേ? ترنم. എന്നും പറയാറുണ്ടോ? എന്നും? ചില ദിവസം മറക്കും. ചില ദിവസം മറക്കണം. എന്തുകൊണ്ടാ? വേഗം ഉറങ്ങി പോണോണ്ടാ? ഇൻഷാ അല്ലാഹ്. ഇനി മറക്കോ? ഇനി മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് മറന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അപ്പൊ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയണം. ഓക്കെ, മാഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. Peace Radio. Tune to reality.